ഓളങ്ങൾ താളം കൊട്ടും പുഴയുടെ തീരത്ത്, ഓളങ്ങൾ താളം കൊട്ടും പുഴയുടെ തീരത്ത്, കാരുണ്യത്തിൻ കനവുമായി ഉദിച്ചു താരകം, കാരുണ്യത്തിൻ കനവുമായി ഉദിച്ചു താരകം. ഭാരതാംബയുടെ ധീരരാം മക്കളിന്നിതാ കാരുണ്യത്തിൻ ഉറവിടമായി കുതിച്ചിടുന്നു മുന്നോട്ട്. ഓളങ്ങൾ താളം കൊട്ടും പുഴയുടെ തീരത്ത്, ഓളങ്ങൾ താളം കൊട്ടും പുഴയുടെ തീരത്ത്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ആശയം വളരെ നല്ല ഒരാശയമാണ്. നമ്മുടെ സേനയിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ, അവർക്കൊരു പൊതുവേദി ഉണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ച പോലെ, അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച പോലെ, സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണമായും അച്ചടക്കത്തോടെ യൂണിഫോം ഇട്ട് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്നവരാണ്. യൂണിഫോം ഊരി വെച്ച് കഴിയുമ്പോഴും നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഒരു സൈനികൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. അച്ചടക്ക ബോധവും കർത്തവ്യ നിർവഹണവും നിങ്ങളുടെ മുഖമുദ്രയാകണം. ശ്രീമതി പത്മശ്രീ ശിവദാസൻ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി അശ്വതി തുളസി വാർഡ് മെമ്പർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ എല്ലാ സഹപ്രവർത്തകരെയും ഈ സമ്മേളനത്തിന്റെ ശുഭാരംഭം കുറിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാൻ സെക്രട്ടറി സോമേഷ് കാവാലത്തിനെ ക്ഷണിക്കുന്നു. ആ വെള്ളപ്പൊക്കക്കെടുതിയിൽ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ അന്ന് നാട്ടിലുള്ള സേവനം പൂർത്തിയാക്കിയ സൈനികരും ലീവിൽ വന്ന സൈനികരും ആ വെള്ളപ്പൊക്കക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മല്ലു സോൾജേഴ്സ് എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഫ്ലഡ് റിലീഫിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലെ ഒട്ടനവധി സൈനികരുണ്ടായിരുന്നു. സൈനികരും ലീവിന് വന്നവരും പെൻഷനായ സോൾജേഴ്സും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ പ്രളയക്കെടുതിയിൽ ഫ്ലഡ് റിലീഫ്, അതിനുശേഷം ഫ്ലഡ് ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്യുക, അതിനോടുകൂടി അവർക്ക് ഭക്ഷണവും ശുദ്ധജലവും എത്തിക്കുക, അതിനുശേഷം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുക, വെള്ളമെല്ലാം ഇറങ്ങിയതിനു ശേഷം വീണ്ടും അവർക്ക് വാസയോഗ്യമായ തരത്തിൽ ആ വീടുകളുടെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം സർക്കാർ മെഷീനറിയോട് ചേർന്ന് നിന്നുകൊണ്ട് മല്ലു സോൾജേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ചെയ്യുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ ദുരിതം അനുഭവിച്ച ഓരോ മനുഷ്യന്റെയും മനസ്സിൽ സൈനികരെ പറ്റി വളരെ ആദരവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു കൂട്ടായ്മ. കല്ലുകൾ ഞങ്ങൾ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിതാ, സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിതാ. കരുത്തരാം യോദ്ധാക്കൾ ഞങ്ങളതിന്നമരക്കാർ, കരുത്തരാം യോദ്ധാക്കൾ ഞങ്ങളതിന്നമരക്കാർ. പുതിയൊരു ഉണർവിൻ കാലവുമായി, പുതിയൊരു കാറ്റിൻ സുഗന്ധമായി, പുതിയൊരു ഉണർവിൻ കാലവുമായി, പുതിയൊരു കാറ്റിൻ സുഗന്ധമായി. ഉയരട്ടുയരട്ടുയരട്ടങ്ങനെ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിതാ. ഉയരട്ടുയരട്ടു
ഉയരട്ടുയരട്ടങ്ങനെ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസിതാ. ഉയരട്ടുയരട്ടുയരട്ടങ്ങനെ സോൾജിയേഴ്സ്